Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് തിങ്കളാഴ്ച EVS ആണ് എക്സാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ആൽബം ഓഫ് ലീവ്സ്. Renu collected different varieties of leaves to prepare album. They are given in the pictures. Write the names of the plant. അപ്പോൾ റേനു എന്താണ് ആൽബം ഉണ്ടാക്കാൻ വേണ്ടി പല ടൈപ്പ് ലീവ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവയുടെ പേര് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഹിബിസ്കസിൻ്റെ ലീഫാണ്. പിന്നത്തേത് ബനാന, പപ്പായ, അതിൻ്റെ ഇടയിൽ ബേസിൽ അവർ തന്നിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഹാസ് ദ ബിഗ്ഗസ്റ്റ് ലീഫ് among basil, hibiscus and തേക്ക്. അപ്പോൾ ബേസിലും ഹിബിസ്കസിലും തേക്കിലും ഏതാണ് ഏറ്റവും വലുത്? ഏതാണ്? തേക്കിൻ്റെയാണ് തേക്ക്. യു ക്യാൻ സീ മെനി പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ഫ്ലോട്ടിംഗ് ഔട്ട് ഫ്രം സീഡ്സ്, ഗ്രോയിങ് ഫ്രം സ്റ്റെംസ് ആൻഡ് ലീവ്സ്. റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ ചിലത് എന്തിൽ നിന്നാണ്? സീഡ്സിൽ നിന്നുണ്ടാവും, ചിലത് സ്റ്റെംസിൽ നിന്നുണ്ടാവും, ചിലത് ലീവ്സിൽ നിന്നൊക്കെ ഉണ്ടാവും. അത് ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നതാണ് ടാപ്പിയോക്ക, റോസ്, ഹിബിസ്കസ്, ബോഗൺവില്ല, ഷുഗർ കെയിൻ. ഇനി നെക്സ്റ്റ് സീഡ്സിൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? കോക്കനട്ട്, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കോൺ, ക്യുക്കമ്പർ. ഇനി നെക്സ്റ്റ് ലീവ്സിൽ ഉണ്ടാവുന്നതാണ് സ്നേക്ക് പ്ലാന്റ്, കാക്ടസ്, അലോവേറ, ബ്രയോഫീലിയം. ഇനി അടുത്ത ആക്ടിവിറ്റി 2 ആണ്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഐഡൻറ്റിഫൈ ദ ബോഡി പാർട്ട് ഓഫ് ദ ആനിമൽസ് ഇൻ ദ ഫോളോയിങ് പിക്ചർ. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് ആരുടെയാണ് കൂട്ടുകാരെ? എലിഫൻറ്റിൻ്റെയാണ്. പിന്നെ എന്താണ്? പീക്കോക്കിൻ്റെയാണ്. പിന്നെ സീബ്ര. പിന്നെ ഉള്ളത് ആരുടെ? ഹെന്നിൻ്റെയാണ്. ഇനി നെക്സ്റ്റ് ആണ് റേണു ഹാസ് എൻ ആൽബം ഓഫ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ്. ടീച്ചർ ആസ്ക്ഡ് ഹെർ ടു ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ് ദർ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ്? മൂവ്മെൻറ്റിൻ്റെ ബേസിസിൽ ഇവരെ ക്ലാസിഫൈ ചെയ്യാനാണ്. റേണുവിൻ്റെ ഒരു ആൽബം ഉണ്ട്. അപ്പോൾ അതിൽ ക്ലാസിഫൈ ചെയ്യാൻ ഒന്നാമത്തെ ക്രോളിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ സ്നേക്ക് എഴുതാം, സ്നെയിൽ എഴുതാം, എർത്ത് ബോം എഴുതാം, കാറ്റർപില്ലർ എഴുതാം. ഇനി വാക്കിംഗ് കൊടുക്കാം. വാക്കിങ്ങിൽ നമുക്ക് എലിഫൻറ്റ്, ഡോഗ്, കാറ്റ്, ജിറാഫ്, ഗോട്ട്, കൗ ഒക്കെ എഴുതാം. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഫ്ലൈയിങ് കൊടുക്കാം. ഫ്ലൈ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഫ്ലൈ ചെയ്യുന്നത് ക്രോ, ക്രെയിൻ, പാരറ്റ്, ബട്ടർഫ്ലൈ, ഡോവ് എന്നൊക്കെ കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. വിച്ച് ബോഡി പാർട്ട് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് പ്രേസ് ആൻഡ് ഈറ്റ്. അതായത് ഈ ഇതിലേത് ഡക്കിൻ്റെയും ഫ്രോഗിൻ്റെയും ഒക്കെ ഏത് ബോഡി പാർട്ടാണ് അവർക്ക് ഈ പ്രേനൊക്കെ പിടിക്കാൻ സഹായിക്കുന്നത്? ഡക്കിൻ്റെ ഫ്ലാറ്റ് ലിപ്സ് ആണ്, ഫ്രോഗിൻ്റെ സ്ട്രിക്കി ടങ് ആണ്, ദെൻ ഈഗിളിൻ്റെ ഐസ് ആണ്, ലയണിൻ്റെ സ്ട്രോങ് ക്ലോസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. മെനി ഫ്രം വൺ ലൈഫ്. ഐഡൻറ്റിഫൈ ദ ബട്ടർഫ്ലൈസ്. ഈ ബട്ടർഫ്ലൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആദ്യത്തേത് ഏതാ? ടോണി കോസ്റ്റർ, ദെൻ ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, കോമൺ മോമോൺ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം കൂട്ടുകാർ പോകാനായിട്ട്. ഇനി കംപ്ലീറ്റ് ദ സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ സൈക്കിളാണ് തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം എഗ്ഗാവും, എഗ്ഗ് ലാർവയാവും, ലാർവ പ്യൂപ്പയാവും, പ്യൂപ്പ ബട്ടർഫ്ലൈ ആവും. ഓക്കെ. അങ്ങനെയാണ് ആ സൈക്കിൾ പോകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് ദ ബട്ടർഫ്ലൈസ് ആർ ഡിക്രീസിങ് നൗ. വാട്ട് ആർ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ക്യാൻ യു ഹെൽപ്പ് റേണു ടു റൈറ്റ് ദിസ്. അപ്പോൾ എന്താണ് ഈ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്? ഓരോ ദിവസം കൂടുന്തോറും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നമുക്ക് എഴുതാം? യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കാരണമാണ് നമുക്ക് എഴുതാം. ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണമാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹാബിറ്റേറ്റ്. അവരുടെ ഹാബിറ്റേറ്റിനെ നാശാക്കുന്ന ഓരോന്ന് മനുഷ്യർ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ കെമിക്കൽ പൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാരണങ്ങളായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഫൈൻഡ് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പാർട്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഏതാ? ഫ്ലവർ ആണ്, പിന്നെ ഫ്രൂട്ടാണ്, പിന്നെ റൂട്ടാണ്, പിന്നെ അപ്പുറത്തെ സൈഡിലോ ലീഫ് ഉണ്ട്, പിന്നെ സ്റ്റെം ഉണ്ട്. അപ്പോൾ ഈസിയാണ്. അതിൻ്റെ പാർട്ട് ജസ്റ്റ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്താ? ക്ലാസിഫൈ ദ ഫോളോയിങ്. കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. സ്പിനാച്ച്, ഹിബിസ്കസ്, പാഡി, റോസ്, mango tree, jackfruit tree, tumba, tamarind tree, coffee plant, teak, wheat, banyan tree, tulasi,
ടീ പ്ലാന്റ്, അങ്ങനെ കുറച്ച് പ്ലാന്റ് തന്നിട്ടുണ്ട്. ഇത് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹെർബ്, ഷ്രബ്, ട്രീ. അപ്പോൾ ഹെർബിൽ ഏതൊക്കെ വരും? സ്പിനാച്ച് വരും, വീറ്റ് വരും. ഇനി ഷ്രബിൽ ഏതൊക്കെ വരും? ഹിബിസ്കസ് വരും, തുളസി വരും, തുമ്പ വരും, കോഫി പ്ലാന്റ് വരും, ടീ പ്ലാന്റ് വരും. ഇനി ട്രീയിലാണെങ്കിലോ മാംഗോ ട്രീ, ബാനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടാമറിൻ ട്രീ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വൈൻ പ്ലാന്റ്? വൈൻ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒക്കെ ഇടാം. സ്പ്രെഡ് ലൈക്ക് ക്രീപ്പർ പോലെ സ്പ്രെഡ് ചെയ്യും. ദേ ആർ ബിഗ് പ്ലാന്റ്സ് ആയിരിക്കും. ദേ ഹാവ് സ്റ്റിക്ക് സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ്. സ്റ്റിക്കായിട്ടുള്ള സ്റ്റെമ്മും ബ്രാഞ്ചസും ഉണ്ടാവും. ലീവ്സ് ദാറ്റ് ഹെൽപ്സ് ദം ഫോർ മേക്കിംഗ് ഫുഡ്. പ്ലാന്റ്സ് ഹാവ് ക്ലസ്റ്റേഴ്സ് ഓഫ് സ്മോൾ റൗണ്ട് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? വൈൻ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് തന്നെ എഴുതണമെന്നില്ല, കൂട്ടുകാർ പഠിച്ച ഫീച്ചേഴ്സ് എഴുതിയാലും മതി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. വാട്ടർ എലിക്സിയർ ഓഫ് ലൈഫ്. വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ഇൻ സ്കൂൾ. ആണോ? യെസ്. വിച്ച് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് വാട്ടർ ഇൻ യുവർ സ്കൂൾ? കൂട്ടുകാരുടെ സ്കൂളിൽ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? മേജർ സോഴ്സ് എവിടെയെന്ന് വെച്ചാൽ അത് എഴുതുക. ഇപ്പം നമുക്ക് വെല്ലെന്ന് എഴുതാം. ഇനി എന്താ? ലുക്ക് അറ്റ് റേണൂസ് ഹൗസ്. റൈറ്റ് ഡൗൺ ദ പർപ്പസ് ഓഫ് വാട്ടർ ഇൻ ഹർ ഹൗസ്. അപ്പോൾ എന്താണ്? റേണുവിൻ്റെ വീടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ റേണുവിൻ്റെ വീട്ടിൽ എന്തിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവാം? ഫോർ ഡ്രിങ്കിങ്, ഫോർ വാഷിംഗ്, ഫോർ ക്ലീനിങ്, പേഴ്സണൽ ഹൈജീൻ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റേണുവിൻ്റെ വീട്ടിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What will happen to human beings and other living things if they do not get enough water? Write your comments. അപ്പോൾ എന്താണ്? ഈ ലിവിങ് തിങ്സിനും ബാക്കി ക്രിയേച്ചേഴ്സിനും വെള്ളം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? If humans and animals don't get enough water, they feel very thirsty and tired. അവർക്ക് എന്താ? നല്ല തേഴ്സ്റ്റിയും ടയേർഡ്നെസ്സും തോന്നും. Our body will get sick and weak. നമ്മുടെ ബോഡിക്ക് സിക്കും ആവും, വീക്കും ആവും. Plants will wilt and might even die. പ്ലാന്റ്സ് എന്താ? വിൽറ്റായിട്ട് അത് നശിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ EVS 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ EVSൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.